ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് ജാതിത്തൊണ്ടില്ലേ, ഇത് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് ആക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു പാകത്തിൽ നമുക്കൊരു സിറപ്പാക്കാം. ഈ വയറുവേദനയ്ക്കും കുഞ്ഞുങ്ങൾക്കും പിന്നെ അല്ലാതെ നമുക്ക് ഗ്യാസ് ഒക്കെ വരുമ്പോഴും ഒക്കെ ഇച്ചിരി മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തോ സോഡയിൽ മിക്സ് ചെയ്തോ ഒക്കെ കുടിച്ചാൽ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പൊ ആരും ജാതിത്തൊണ്ട് കളയരുതേ. ഈ ജാതിത്തൊണ്ട് നമ്മൾ അച്ചാറിടും, വൈനിടും, ചമ്മന്തി അരയ്ക്കും, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം. കഴുകി നല്ല വൃത്തിക്ക് കഴുകി എടുക്കണം കേട്ടോ. നിലത്തൊക്കെ ചാടിയതാണെങ്കിലും ഇതാ തൊലി ഒന്നും കളയണ്ട, ഇങ്ങനെ കുക്കറിനകത്തോട്ട് പെറുക്കി ഇട്ടാൽ മതി. തൊണ്ട് ഇങ്ങനെ എടുത്തിട്ടേ നമ്മൾ അതിന് പാകത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇതിന്റെ ഒരു അരപ്പാത്രം വെള്ളം വെക്കും. ജാതിത്തൊണ്ടിന്റെ ദാ 1/4 ഭാഗവും വെള്ളം എടുത്തു കണ്ടോ. ഇത്രയും വെള്ളം അങ്ങ് അടച്ചു. സ്റ്റൗ ഓൺ 3-4 വിസിൽ വരട്ടെ. നന്നായിട്ട് അങ്ങോട്ട് വെന്തോട്ടെ. നോക്കിയേ, ഇത് നല്ല പോലെ വെന്ത് ഇതിന്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിയുമ്പോൾ എന്നാന്നറിയോ, കളറിന് വ്യത്യാസം വരുവേ. ഇങ്ങനെ ഇത് അല്ലാതെ തന്നെ പിഴിയാതെ നമ്മളിങ്ങനെ ആ വെള്ളം മാത്രം ഊറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും. നല്ല പോലെ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വെള്ളം അങ്ങോട്ട് ഊറ്റിയെടുത്ത് അരിച്ചു മാറ്റി വെച്ചിട്ട് പാകത്തിന് പഞ്ചസാര, ഞാനിപ്പോ എനിക്ക് ഇത്രയും മധുരം വേണം, അതിന് പാകത്തിന് പഞ്ചസാര എടുത്ത് ഒന്ന് പാനിയാക്കി അതിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന സിറപ്പും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ നമ്മളൊരു ചില്ലുകുപ്പിയിലാക്കി എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എന്നിട്ട് ആവശ്യമുള്ളപ്പം എടുത്ത് ഉപയോഗിക്കുക. വയറുവേദനയ്ക്കോ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ വരുമ്പോൾ ഇത് നല്ലതാ കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ഉണ്ടാക്കി വെച്ച ജാതിക്കയുടെ ജ്യൂസാണ്. എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്തില്ല. ജാതിക്ക വേവിച്ച് നമ്മൾ അതിന്റെ സിറപ്പ് എടുത്തു. അതിനുശേഷം പഞ്ചസാര ഉരുക്കി അതിനകത്ത് ചേർത്ത് വെച്ചു. എന്നിട്ട് ഇത് ഫ്രിഡ്ജിനകത്ത് എടുത്തു വെച്ചു. ഇത് കണ്ടോ. ശരിക്കും ഇതിനകത്ത് ഇച്ചിരി സോഡ ഒഴിച്ചു കുടിച്ചാലോ, നല്ല ഗ്യാസൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇച്ചിരി സോഡ ഒഴിച്ചു കുടിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാ കേട്ടോ. എന്തൊരു ടേസ്റ്റാണെന്നറിയോ, കുടിച്ച പോലെ ഇരിക്കും. നല്ല വയറിനൊക്കെ സുഖമില്ലാതെ ഇരിക്കുന്ന സമയത്തൊക്കെയാണ് നല്ല രസമുള്ള ഒരു ജ്യൂസാട്ടോ.